സ്വർഗത്തിലേക്ക് അള്ളാഹുവിൻ്റെ സ്വർഗപൂങ്കാവനത്തിലേക്ക് പോയ പൊന്നു മക്കളെ കുറിച്ചാണ്. അത് പ്രായപൂർത്തിയാകാത്ത മക്കൾ മരണപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ 2 മക്കൾ മരണപ്പെട്ടിരിക്കുന്നു. മരിച്ചവരെക്കുറിച്ച് ഞങ്ങളുടെ മനസ്സിന് ആശ്വാസം നൽകുന്ന വല്ല വചനങ്ങളും അള്ളാഹുവിൻ്റെ ദൂതനിൽ നിന്ന് താങ്കൾക്ക് പറഞ്ഞു തരാനുണ്ടോ? അബൂ ഹുറൈറ റളിയല്ലാഹു അൻഹുവിനോട് അബൂ ഹസൻ റളിയല്ലാഹു അൻഹു ചോദിച്ചു. അതെ, ആ കൊച്ചുമക്കൾ സ്വർഗത്തിലെ ദ ആമീസ് ആണ്. അതായത് ദ ആമീസ് എന്ന് പറഞ്ഞാൽ പൂമ്പാറ്റകൾ എന്നർത്ഥം വെക്കാം. തങ്ങളുടെ മാതാപിതാക്കളെ കണ്ടുമുട്ടിയാൽ ഞാൻ ഇപ്പോൾ നിങ്ങളുടെ വസ്ത്രത്തിൻ്റെ അറ്റത്ത് പിടിച്ചിരിക്കുന്നത് പോലെ മക്കൾ അവരുടെ വസ്ത്രത്തിലോ കയ്യിലോ പിടിക്കും. അല്ലാഹു അവരെയും അവരുടെ മാതാപിതാക്കളെയും സ്വർഗത്തിൽ പ്രവേശിക്കുന്നതുവരെ അവർ ആ പിടി വിടുകയില്ല. സഹോദരങ്ങളായ മലപ്പുറം കീഴ്ശ്ശേരി പുളിയക്കോട് മലയൻ അബ്ദുൽ ലത്തീഫിനോടും വടകര കുന്നുമ്മക്കരയിലെ റുക്സാനയോടും കൂടിയുള്ളതാണ് പ്രവാചക സല്ലല്ലാഹു അലൈഹി വസല്ലമൻ്റെ ഈ ഒരു സന്തോഷ വാർത്ത. അബുദാബിയിൽ വെച്ചുണ്ടായ ദാരുണമായ അപകടത്തിൽ മരണപ്പെട്ട കുട്ടികളുടെ മാതാപിതാക്കൾ നിങ്ങളുടെ കരളിൻ്റെ കഷ്ണമായ 4 പേരെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല തിരിച്ചു വിളിച്ചിരിക്കുന്നത്. അഷാസ് എന്ന പേരുള്ള 14കാരനും അമ്മാർ എന്ന പേരുള്ള 12കാരനും അസം എന്ന പേരുള്ള 7 വയസ്സുകാരനും അയാഷ് എന്ന് പറഞ്ഞ കുഞ്ഞുവാവ 5 വയസ്സുകാരൻ. ആ 4 ആൺമക്കളെയും കൂടെ അവരെ പരിചരിച്ചിരുന്ന ബുഷ്രയെയും അള്ളാഹുവിൻ്റെ പരീക്ഷണമാണത്. ക്ഷമിക്കുക, സഹിക്കുക. സ്വർഗത്തിൽ നിങ്ങളെ സ്വീകരിക്കാൻ മക്കൾ 4 പേരെയും അള്ളാഹു നേരത്തെ വിളിച്ചുവെന്ന് കരുതിയാൽ മതി. തിരിച്ചു പോകാനുള്ളവരാണ് നമ്മളെല്ലാം. അവർ കുറച്ച് നേരത്തെ പോയി. അവിടെ എത്തുമ്പോൾ തുണികളുടെ അറ്റത്തും കൈവിരലുകളും പിടിച്ച് നിങ്ങളെ സ്വർഗത്തിൽ പ്രവേശിപ്പിക്കണമെന്ന് റബ്ബിനോട് വാശി പിടിക്കാൻ 1 അല്ല 4 പേര് ദുനിയാവിലെ ഉൾക്കൊള്ളാനാവാത്ത നഷ്ടം സഹിക്കുകയും ക്ഷമിക്കുകയും ചെയ്തതിനുള്ള സർവശക്തൻ്റെ മഹാപ്രതിഫലം. അത് പ്രതീക്ഷിക്കുക, ആ അനുഗ്രഹത്തിനായി പ്രാർത്ഥിക്കുക. ഇന്ന് ആ മക്കൾ ദുബായ് സോനാപൂരിലെ ഷുഹദാ മസ്ജിദിൽ അന്തിയുറങ്ങുകയാണ്. ഖബറുകളുടെ മുകളിലേക്ക് മണ്ണിട്ട് അവരുടെ ഉപ്പയും കൂടെയുള്ളവരെല്ലാം തിരിച്ചു വന്നപ്പോഴേക്ക് അവർ ആകാശത്തേക്ക് സ്വർഗത്തിലെ ദ ആമീസായി പാറിക്കളിക്കാൻ തുടങ്ങിയിരിക്കും. ചിത്രശലഭങ്ങളെന്നോ കൊച്ചു പക്ഷികളെന്നോ അത് പൂമ്പാറ്റകളെന്നോ പരിഭാഷപ്പെടുത്താവുന്ന പദമാണ് ദ ആമീസ്. അള്ളാഹുവിൻ്റെ സാന്നിധ്യത്തിൽ പാറിപ്പറക്കുന്ന അവർ ഭാഗ്യവാന്മാരാണ്. രക്തസാക്ഷികളെപ്പോലെ നേർക്കുനേർ സ്വർഗത്തിലെത്താൻ ഭാഗ്യം ലഭിച്ചവർ. അതിനേക്കാൾ വലിയ ഭാഗ്യം എന്താണ്? ഉമ്മ റുക്സാന ഇപ്പോഴും ബോധരഹിതയായി കിടക്കുകയാണെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ഇപ്പോഴും തൻ്റെ പ്രിയപ്പെട്ട മക്കൾ മരിച്ചത് ആ റുക്സാന അറിഞ്ഞിട്ടില്ല എന്നാണ് അറിയാൻ കഴിഞ്ഞത്. അല്ലാഹുവേ റഹ്മാനെ, നീ ക്ഷമ നൽകു റഹ്മാനെ, ആമീൻ. എന്നാൽ അപകടത്തിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ് പറയുന്നത്? അബ്ദുൽ ലത്തീഫും റുക്സാനയും, അതായത് മരിച്ച മക്കളുടെ ഉമ്മയും ഉപ്പയും, അവർ സീറ്റ് ബെൽറ്റ് ഇട്ടിരുന്നു. കാരണം ഫ്രണ്ടിലിരിക്കുമ്പോഴെന്തായാലും ഉമ്മയും ഉപ്പയും സീറ്റ് ബെൽറ്റ് ഇടുമല്ലോ. എന്നാൽ വാഹനത്തിൻ്റെ പിൻസീറ്റിലിരിക്കുന്നവരൊന്നും സാധാരണ രീതിയിൽ സീറ്റ് ബെൽറ്റ് ഇടാറില്ല. ആൺകുട്ടികളും ബുഷറയും മധ്യഭാഗത്ത് സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. എന്നാൽ രക്ഷപ്പെട്ട ഇസ്സ, ആ മോള് ഏറ്റവും പിന്നിൽ കിടന്നുറങ്ങായിരുന്നു. 4 വീലർ വാഹനത്തിൻ്റെ റൂഫ് ടോപ്പ് തകർന്ന് കുട്ടികൾ പുറത്തേക്ക് തെറിച്ച് വീഴുകയായിരുന്നു. സാധാരണ രീതിയിൽ റൂഫ് ടോപ്പുള്ള വാഹനങ്ങളൊക്കെ ആകുമ്പോൾ കുട്ടികൾക്കൊക്കെ അതൊരു ഇഷ്ടമാണല്ലോ. നമ്മുടെ നാട്ടിലൊക്കെ സാധാരണ രീതിയിൽ മക്കളൊക്കെ അവിടെ ഇങ്ങനെ എഴുന്നേറ്റ് നിന്ന് യാത്ര ചെയ്യുന്നതൊക്കെ കാണാൻ കഴിയുമല്ലോ. പക്ഷേ അവിടെ അങ്ങനെയൊന്നുമല്ല അവർ ചെയ്തത്. എന്നാൽ അത് തകർന്ന് മക്കൾ അതിലൂടെ പുറത്തേക്ക് തെറിച്ച് വീഴുമായിരുന്നു എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്നാൽ ഇപ്പോൾ ഇസ്സ എന്ന പേരുള്ള ആ ഒരു മോള് അവൾ ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് ആയിട്ടുണ്ടെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ദുബായ് റോഡിൽ ഗന്തൂത്തിലുണ്ടായ വാഹനാപകടത്തിൽ നിന്ന് അത്ഭുതകരമായി രക്ഷപ്പെട്ട 10 വയസ്സുകാരി ഇസ്സ ഇപ്പോഴ് ആശുപത്രി വിട്ടിട്ടുണ്ട്. അവൾ കാറിൻ്റെ ഏറ്റവും ബാക്കിലത്തെ സീറ്റിൽ കിടന്നുറങ്ങുമായിരുന്നു. പരിക്കുകൾ ഭേദമായ പെൺകുട്ടി ഇപ്പോൾ അബുദാബിയിലെ ബന്ധുവിൻ്റെ വീട്ടിൽ അവരുടെ പരിചരണത്തിലാണ് ഉള്ളത്. എന്നാൽ അപകടത്തിൽ ഗുരുതര പരിക്കേറ്റ മാതാവ് റുക്സാന ഇപ്പോഴും അബുദാബി അൽ ഖഷ്ബൂത്ത് മെഡിക്കൽ സിറ്റി ആശുപത്രിയിൽ ചികിത്സയിലാണ്.
ബുധനാഴ്ചയും ഇവർക്ക് ശസ്ത്രക്രിയ നടത്തിയിരുന്നു. മക്കൾ 4 വിട പറഞ്ഞ വിവരം ഖബറടക്കത്തിന് മണിക്കൂറുകൾക്ക് മുൻപാണ് റുക്സാനക്ക് അറിയിച്ചത്. അവസാനമായി മക്കളൊരു നോക്ക് കാണണമെന്ന അവരുടെ ആഗ്രഹം അധികൃതർ നിറവേറ്റിക്കൊടുത്തു. അതേസമയം കുട്ടികളുടെ പിതാവ് അബ്ദുൽ ലത്തീഫ് 4 മക്കളെയും എന്നേക്കുമായി യാത്രയാക്കാൻ വീൽചെയറിൽ കുട്ടികളെ അടക്കം ചെയ്ത പള്ളിയിലെത്തിയിരുന്നു. മക്കളുടെ ഖബറടക്ക ചടങ്ങുകളിൽ പങ്കെടുക്കാൻ വേണ്ടി അദ്ദേഹം ആശുപത്രിയിൽ നിന്ന് ഡിസ്ചാർജ് വാങ്ങുവാൻ വേണ്ടി ശ്രമിച്ചപ്പോൾ ആദ്യം വിസമ്മതിച്ചെങ്കിലും പിന്നീട് ആ ആഗ്രഹം പൂർത്തീകരിച്ച് കൊടുക്കുകയായിരുന്നു ആശുപത്രി അധികൃതർ. വീട്ടുവേലക്കാരി മലപ്പുറം ചമ്രവട്ട സ്വദേശിനി ബുഷ്റയാണ് കേട്ടോ. ആ പൊന്നു മക്കളുടെ കൂടെ അവളും മരണത്തിലേക്ക് അത് കീഴ്പ്പെട്ടു പോയി എന്ന് തന്നെ പറയാം. ഗൾഫ് നാടുകളുടെ അതിമനോഹരമായ റോഡുകളിലൂടെ യാത്രകൾ അത് ഏതൊരു പ്രവാസിയുടെയും സന്തോഷമാണ്. എന്നാൽ അബുദാബിയിൽ ഈടെയുണ്ടായ ദാരുണമായ അപകടം പ്രവാസി ലോകത്താകെ കണ്ണീരിൽ ആഴ്ത്തിയിരിക്കുകയാണ്. ഒരു കുടുംബത്തെ 4 പൊന്നോമ്പലുകളാണ് ഒരു നിമിഷം കൊണ്ട് ഇല്ലാതായത്. സുരക്ഷയുടെ വലിയൊരു പാഠം തന്നെയാണ് അത്. ഒന്നൊരു പക്ഷേ കണ്ണു മാളിയിട്ടുണ്ടാകും, അല്ലെങ്കിൽ ദീർഘദൂരം ഉള്ള ആ ഒരു യാത്ര ഒരു പക്ഷേ ക്ഷീണം ഉണ്ടായിട്ടുണ്ടാകും. ക്ഷീണമെന്നത് നിശബ്ദനായൊരു കൊലയാളിയാണ്. കാരണം അത് ഏതൊരു രീതിയിലാണെങ്കിലും ജസ്റ്റ് ഒന്ന് കണ്ണ് മാളിക്കഴിഞ്ഞാൽ അറിയാവുന്നൊന്ന് ഉറങ്ങിപ്പോയി കഴിഞ്ഞാൽ അത്രക്കും സ്പീഡിലാണല്ലോ നമ്മുടെ ഗൾഫ് രാജ്യങ്ങളിലെ റോഡുകളിൽ വാഹനം ഓടിക്കൊണ്ടിരിക്കുന്നത്. ഒരു നിമിഷം മതി, ഒരു നിമിഷത്തെ അപകടം പറ്റിക്കഴിഞ്ഞാൽ അതേത് നിമിഷങ്ങൾ കൊണ്ടും വലിയൊരു അപകടം തന്നെ. അവിടെയൊക്കെ ആക്സിഡൻറ്റ് സംഭവിച്ചാൽ ആരും ബാക്കിയാവില്ല. അങ്ങനെയുള്ള നമ്മളെ കേട്ടിട്ടുള്ളത് അല്ലേ. ഗൾഫ് രാജ്യങ്ങളിൽ മണിക്കൂറുകളോളം നീളുന്ന ദീർഘദൂര യാത്രകൾ സർവ്വസാധാരണമാണ് അല്ലേ. കാരണം നമ്മൾ സാധാരണ രീതിയിൽ നമ്മൾ ദുബായിൽ നിന്ന് അബുദാബിയിലേക്ക്, അങ്ങനെ അബുദാബി ഷാർജ അങ്ങനെയൊക്കെ ഏകദേശം ഒരു 1.5 മണിക്കൂറുകൾ യാത്ര ഉണ്ടല്ലോ. അതുപോലെ 3 മണിക്കൂർ 4 മണിക്കൂറൊക്കെ നീളുന്ന യാത്രകൾ. പക്ഷേ പെട്ടെന്ന് എത്തുന്ന പോലെ തോന്നും. അവിടുത്തെ ഒരു സ്പീഡ് എന്ന് പറഞ്ഞാൽ അത് അങ്ങനെയാണ്. ലിവ ഫെസ്റ്റിവലോ ജബൽ ജയ്സോ പോലുള്ള സ്ഥലങ്ങൾ കാണാൻ പോകുന്നവർ പലപ്പോഴും പുലർച്ചെ വരെ ആഘോഷങ്ങളിൽ ഏർപ്പെടാറുണ്ട്. തിരികെ ഡ്രൈവ് ചെയ്യുമ്പോൾ അനുഭവപ്പെടുന്ന മൈക്രോ സ്ലീപ്പ് അഥവാ നിമിഷങ്ങൾ മാത്രം നീണ്ടു നിൽക്കുന്ന ഉറക്കം പോലും വലിയ അപകടങ്ങൾക്കാണ് വഴിവെക്കുന്നത്. വളവുകളില്ലാത്ത നീളൻ റോഡുകളിൽ ദീർഘനേരം ഒരേ വേഗതയിൽ വണ്ടി ഓടിക്കുന്നത് ഡ്രൈവർമാർക്ക് ചിലപ്പോൾ മുഷിപ്പും ഉറക്കവും ഉണ്ടാക്കാൻ കാരണമാകുന്നു. ഇതേപോലെ ശരീരം ഉറക്കം ആവശ്യപ്പെടുന്ന പുലർച്ചെ സമയങ്ങളിൽ വാഹനം ഓടിക്കുന്നത് അപകട സാധ്യത ഇരട്ടിയാക്കുന്നു. പലപ്പോഴും നമ്മൾ കരുതും അല്പം കൂടെയല്ലേ ഉള്ളൂ, പെട്ടെന്ന് വീട്ടിലെത്താമെന്ന്, അല്ലെങ്കിൽ വീട്ടിൽ ചെന്നിട്ട് മറ്റ് ആവശ്യങ്ങളുണ്ട് എന്ന് കരുതി. അങ്ങനെ വരുമ്പോൾ യാത്രയിൽ നമ്മൾ അനുഭവിക്കുന്ന ഉറക്കത്തെ അവഗണിക്കുന്നത് മാരകമായ തെറ്റാണ്. അങ്ങനെയാണെങ്കിൽ തന്നെ നമുക്ക് നല്ലോണം ഉറക്കമുണ്ടെങ്കിൽ നമ്മളൊരു ഭാഗത്ത് വണ്ടി സൈഡാക്കി ഒന്ന് ആ ഒരു ക്ഷീണം ഉറക്കം മാറ്റിയിട്ട് പോകുമായിരിക്കും ഏറ്റവും നല്ലത്. ശരിയാണ്, അള്ളാഹുവിൻ്റെ വിധി നമുക്ക് അടുത്ത് കഴിഞ്ഞാൽ ഒന്നിനും തോന്നില്ല, അതൊക്കെ ശരി തന്നെയാണ്. പക്ഷെ അങ്ങനെയുള്ള അവസ്ഥകളിൽ അങ്ങനെയൊക്കെ വേണമെന്നാണല്ലോ എല്ലാവരും പറയാറുള്ളത്. ഒരു കുടുംബത്തിൻ്റെ സന്തോഷങ്ങൾ മുഴുവൻ ഒരു നിമിഷം കൊണ്ട് ഇല്ലാതാകുമ്പോൾ ഉണ്ടാകുന്ന നഷ്ടം നികത്താൻ ആർക്കും കഴിയില്ല. ആരൊക്കെ തന്നെ ആശ്വസിപ്പിച്ചാലും സമാധാനിപ്പിച്ചാലും ഒരിക്കലും കഴിയില്ലല്ലോ. മാതാപിതാക്കളുടെ കൺമുമ്പിൽ തങ്ങളുടെ മക്കൾ വിട പറയുന്നത് ലോകത്തിലെ ഏറ്റവും വലിയ വിഷമങ്ങളിൽ ഒന്നായി നമ്മൾ കണക്കാക്കണല്ലേ. നിയമങ്ങൾ പാലിച്ചിട്ടും ക്ഷീണമെന്ന ശാരീരിക അവസ്ഥയെ നിയന്ത്രിക്കാൻ കഴിയാതെ പോകുന്നത് വലിയ വില നൽകേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാക്കുകയാണ്. നമ്മുടെ നാട്ടിലും കുറച്ച് നാളുകൾക്ക് മുമ്പ് എയർപോർട്ടിൽ നിന്ന് തിരികെ പോയൊരു ഫാമിലി അപകടത്തിൽപ്പെട്ട സംഭവം അത് നമുക്ക് അറിയായിരിക്കും അല്ലേ. അതും രാത്രി തന്നെയാണ്. യാത്രയിൽ വന്ന് നടക്കുന്ന പല അപകടങ്ങളിലും പലപ്പോഴും നമ്മൾ വലിയ വില നൽകാറില്ല. രാത്രി യാത്ര ചെയ്യാലോ എന്ന് നമ്മൾ പറയും. പക്ഷേ രാത്രി എന്ന് പറഞ്ഞാൽ അല്ലാഹു സുബ്ഹാനഹു വ തആല നമുക്ക് നൽകിയിരിക്കുന്നത് എന്തിനാണ്? രാത്രി വിശ്രമത്തിനുള്ളതാണ് അല്ലേ. വിശ്രമിക്കാൻ രാത്രി, അങ്ങനെയാണ് അല്ലേ. ജോലി ചെയ്യാൻ പകൽ, അല്ലെങ്കിൽ അങ്ങനെ നമുക്ക് മദ്രസയിലൊക്കെ നമ്മൾ പഠിച്ചതാണല്ലോ. അപ്പോൾ വിശ്രമം എന്നുള്ള സംഭവം രാത്രി തന്നെയാണ് ഏറ്റവും നല്ലത്. നമ്മളെ പകൽ വിശ്രമിക്കാം, രാത്രി യാത്ര ചെയ്യാന്നുള്ള ചിന്താഗതിയിലാവുമ്പോൾ അറിയാതെ ഉറങ്ങിയൊക്കെ പോകും. നമ്മുടെ മുമ്പിൽ നടക്കുന്ന പല അപകടങ്ങളിലും പലതും നമ്മൾ വലിയ വില നൽകാറില്ല. കാരണം മരണപ്പെട്ടത് നമ്മളാരും അല്ലല്ലോ എന്നൊരു ചിന്തയാണ്. പക്ഷേ നാളെ നമുക്ക് ഇതേ അവസ്ഥ വരാം. അതുകൊണ്ട് കഴിയുന്ന നമ്മൾ രാത്രി യാത്രയൊക്കെ ഒഴിവാക്കുന്നത് ഏറ്റവും നല്ലതാണ്. കാരണം അറിയാതെ ഉറക്കത്തിൽ പെട്ടുപോയാൽ പിന്നെ പറഞ്ഞിട്ട് കാര്യമില്ലല്ലോ.
അപ്പോൾ അത് വേറൊരു ന്യൂസായിട്ട് നമ്മൾ കാണും. എന്നിട്ട് അവർക്കുണ്ടായ അതേ തെറ്റ് നമ്മൾ ചിലപ്പോൾ നമ്മുടെ ജീവിതത്തിൽ ആവർത്തിക്കും. ചിലപ്പോൾ അടുത്ത അപകടം നമുക്കായിരിക്കാം ഉണ്ടാകുന്നത്. എങ്കിലും നമ്മൾ അള്ളാഹുവിൻ്റെ അടുത്താണ് എങ്കിലും നമ്മൾ ശ്രദ്ധിക്കുക, സൂക്ഷിക്കുക. ഗൾഫിൽ ജോലിക്കായി 70 കിലോമീറ്റർ കൂടുതൽ ഒരേ ദിശയിൽ വാഹനം ഓടിക്കുന്ന വ്യക്തിയാണ് ഇങ്ങനെ ഒരു കാര്യം എഴുതിയിരിക്കുന്നത്. അതായത് ഒരിക്കൽ എനിക്ക് യാത്രക്കിടയിൽ ഉറക്കം പിടിപെട്ടു. അദ്ദേഹം ഇങ്ങനെ പറയാണ് കേട്ടോ. അതുമൂലം ഉണ്ടാകാൻ സാധ്യതയുള്ള ഒരു അപകടത്തിൽ നിന്ന് ഞാൻ രക്ഷപ്പെട്ടതിൻ്റെ പാട് എനിക്കറിയാം. അതിൽ പിന്നെ ഒരിക്കലും ഞാൻ റിസ്ക് എടുത്തിട്ടില്ല. ഡ്രൈവിങ്ങിനിടെ കണ്ണുകൾ പുകയുകയോ അല്ലെങ്കിൽ ഉറക്കം വരികയോ ഹൈവേയിലെ വരകൾ അവ്യക്തമായി കാണുകയോ ചെയ്താൽ ഉടൻ തന്നെ സുരക്ഷിതമായ സ്ഥലത്തേക്ക് വണ്ടി ഒതുക്കി നിർത്തിയിട്ട് ഒരു 15-20 മിനിറ്റ് വിശ്രമിക്കുകയാണ് ചെയ്യേണ്ടത്. പ്രത്യേകിച്ച് കുടുംബത്തോടൊപ്പം യാത്ര ചെയ്യുമ്പോൾ നമ്മൾ ജീവൻ മാത്രമല്ലല്ലോ, നമ്മുടെ പിഞ്ചു മക്കളുടെ, നമ്മുടെ പൊന്നോമനകളുടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉമ്മയുടെ, നമ്മുടെ പ്രിയപ്പെട്ട ഉപ്പയുടെ, ഭാര്യയുടെ, അവരുടെയൊക്കെ ജീവന് കൂടെ ഇല്ലേ എന്ന് കൂടി കണക്കിലാക്കിയിട്ട് ക്ഷീണം വരികയാണെങ്കിൽ നമ്മളൊന്ന് ഒരു റെസ്റ്റ്, ഒരു 10-20 മിനിറ്റ് ഒന്ന് വണ്ടി ഒതുക്കിയിട്ട് റെസ്റ്റ് എടുക്കുക, എന്നിട്ട് യാത്ര ചെയ്യുക. പിന്നെ അത് മാത്രമല്ല കേട്ടോ, നമ്മൾ ഒരുമിച്ച് യാത്ര ചെയ്യുമ്പോഴേ ഡ്രൈവർ ഉറങ്ങുന്നുണ്ടോ അല്ലെങ്കിൽ ഡ്രൈവർക്ക് എന്തെങ്കിലും അസ്വസ്ഥത അനുഭവപ്പെടുന്നുണ്ടോ എന്നുള്ളൊരു കാര്യം കൂടി അന്വേഷിക്കുക യാത്രക്കാരായ നമുക്കുള്ള ചുമതല കൂടിയാണ്. അതും കൂടി നമ്മൾ ശ്രദ്ധിക്കണം. അല്ലെങ്കിൽ അവർ ഉറക്കം വരാതിരിക്കാൻ വേണ്ടി നമ്മൾ സംസാരിക്കുക, അങ്ങനെ ചെയ്യുക. അത്യാവശ്യമല്ലെങ്കിൽ ഉറക്കം വരുന്ന സമയങ്ങളിൽ ഡ്രൈവിങ് നമ്മൾ ഒഴിവാക്കുന്നതാണ് ഏറ്റവും നല്ലത്. ഗൾഫ് നാടുകളിൽ അതും ഇതുപോലുള്ള ഹൈവേയിൽ കാറിലെ മുഴുവൻ യാത്രക്കാരും സീറ്റ് ബെൽറ്റ് ധരിക്കുക എന്നത് നിർബന്ധമായ കാര്യം തന്നെയാണ്. അത് അപകടത്തിൻ്റെ ആഘാതം കുറയ്ക്കാൻ സഹായിക്കും. റോഡിൽ ഓരോ വളവിലും കാത്തിരിക്കുന്നത് നമ്മുടെയും പ്രിയപ്പെട്ടവരുടെയും ജീവിതമാണ്. ലക്ഷ്യസ്ഥാനത്ത് അല്പം വൈകി എത്തിയാലും കുഴപ്പമില്ല, പക്ഷേ നമ്മളവിടെ സുരക്ഷിതരായി എത്തുക എന്നാണ് പ്രധാനം. ഇവർക്കുണ്ടായ അപകട കാരണം ഒരു പക്ഷേ ക്ഷീണം മൂലം ഉണ്ടായതാകണമെന്നില്ല. അതിൻ്റെ കാരണം എന്തായാലും പോലീസ് അന്വേഷിക്കും. എന്നാൽ നമുക്കിടയിൽ ധാരാളം സ്ഥലങ്ങളിൽ ക്ഷീണം മൂലം ഒരുപാട് അപകടങ്ങൾ സംഭവിക്കാറുണ്ട്. അത് ഒരുപാട് ഉറങ്ങിപ്പോയതിൻ്റെ പേരിൽ വണ്ടി ഡിവൈഡർ ഇടിച്ചിട്ട് അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നമ്മൾ കേട്ടിട്ടുണ്ട്. എന്തൊക്കെ തന്നെയാലും അല്ലാഹു സുബ്ഹാനഹു വ തആല ഇതുപോലുള്ള മരണത്തെ തൊട്ട് കാത്തു രക്ഷിക്കട്ടെ. മാതാപിതാക്കൾ ജീവിച്ചിരിക്കുമ്പോൾ മക്കൾ മരണപ്പെടാന്ന് വെച്ചാൽ ഒരാൾക്കും സഹിക്കാൻ കഴിയാത്തതാണത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പെട്ടെന്നുള്ള മരണത്തെ തൊട്ട് എല്ലാവരെയും കാത്തു രക്ഷിച്ച് അനുഗ്രഹിക്കട്ടെ. ആമീൻ യാ റബ്ബൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു.